ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കുട്ടനാടൻ താറാവ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഒത്തിരി പേരിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ക്രിസ്മസിന്, ഈസ്റ്റർ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഈസ്റ്ററിന് ഉണ്ടാക്കിയതാണ്, പക്ഷേ എനിക്ക് തിരക്കാനൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനു മുമ്പ് 2-3 താറാവിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങളത് കണ്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഈ കുട്ടനാടൻ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുമുമ്പ് ഞാൻ നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കുട്ടനാടൻ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ താറാവാണ്. നല്ല നാടൻ താറാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നാടൻ താറാവാകുമ്പോഴത്തേക്കും വേകാനായിട്ട് കുറച്ച് സമയമെടുക്കും. ബ്രോയിലർ താറാവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷെ നാടൻ താറാവാണ് ബ്രോയിലർ താറാവിനേക്കാളും കൂടുതൽ ടേസ്റ്റ്. ഇനി കറിക്ക് ആവശ്യമുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ടീസ്പൂൺ മല്ലിപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 5 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. കുരുമുളക് നല്ല നൈസായിട്ടൊന്നും പൊടിക്കരുത്, കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. കറിക്കായിട്ട് നമ്മൾ എടുക്കുന്നത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിപ്പൊടിയല്ല. കാശ്മീരി ചില്ലിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു ചുവപ്പ് കളർ വരും. ഈ കറി ഒരു ബ്രൗൺ കളറിലാണ് ഇരിക്കേണ്ടത്. ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ടീസ്പൂൺ അളവാണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മുളകെല്ലാം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. 3 മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, 12 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കുറച്ച് കറിവേപ്പില. വേവ് കൂടുതലുള്ള താറാവായതുകൊണ്ട് ഞാൻ പ്രഷർ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനു മുൻപ് നമ്മൾ സവാളയും മസാലയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് ഒരു ചീനിച്ചട്ടിയിലാണ്. ചീനിച്ചട്ടിയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ചേർക്കുമ്പോഴത്തേക്കാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനുശേഷമാണ് ഞാൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നത്. വേവ് കുറഞ്ഞ താറാവാണെങ്കിൽ നമുക്ക് പാനിൽ തന്നെ വെച്ച് വേവിച്ചാൽ മതി, കുക്കറിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറി താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് മുപ്പിക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുമ്പോഴത്തേക്കും കൈ കൊണ്ടൊന്ന് വിടർത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വഴന്ന് കിട്ടും. സവാള ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് വഴറ്റുമ്പോഴത്തേക്കും സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ മുട്ട റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ഡക്ക് റോസ്റ്റ് ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സവാളയൊക്കെ എപ്പോഴും നന്നായിട്ട് മൂപ്പിച്ച് വേണം ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കറിക്ക് ഒരു മധുരിപ്പായിരിക്കും സവാളയൊക്കെ കറക്റ്റായിട്ട് മൂത്ത് വന്നില്ലെങ്കിൽ. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. മസാല കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ മസാല എല്ലാം മൂത്തൊരു നല്ല മണം വന്നിട്ടുണ്ട്. മസാലയ്ക്ക് ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെക്കണം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വെക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റിയപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം പാകത്തിന് ചേർത്ത് കൊടുക്കാനായിട്ട്.
ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. താറാവ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല എല്ലാം താറാവിൽ പിടിക്കുന്നവരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. താറാവിലുള്ള മസാല ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഞാൻ വേവ് കൂടിയ താറാവായതുകൊണ്ടാണ് ഇങ്ങനെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താറാവ് കഷ്ണങ്ങളെല്ലാം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. താറാവ് കഷ്ണങ്ങളെല്ലാം ഞാൻ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം 2 വിസിൽ വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇനി കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പീസ് താറാവ് എടുത്ത് നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. താറാവ് നല്ലതുപോലെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് മൂടി വെച്ച് പാകത്തിന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ താറാവ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറിയിലുള്ള ഗ്രേവി ഒന്ന് കുക്കർ തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം. താറാവിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ കിട്ടുന്ന താറാവിന് ഭയങ്കര വേവായിരിക്കും, ചിലപ്പോഴാണെങ്കിൽ വേവ് കുറവായിരിക്കും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന താറാവിൻ്റെ പാകം നോക്കി വേണം വേവിച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെന്തൊന്നും പോകരുത്. ഇപ്പോൾ താറാവിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തേങ്ങാപ്പാൽ ചേർത്തൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. കറിയിലെ ഗ്രേവി കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കൊന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കുട്ടനാടൻ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തതാണ്. അതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കൊതിയൂർന്ന മണം വരുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെയും കറിവേപ്പില വറുത്തിട്ടതിൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ കറി നമുക്ക് ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ കറി നമുക്ക് ചൂടോടുകൂടെ ചോറ്, ചപ്പാത്തി, പുട്ട്, ഇടിയപ്പം, പൊറോട്ട ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.